ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് പോകുന്നത് ഇന്ത്യ ഗേറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ടടുത്തിട്ട് എത്തിയിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ റോട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് വേണമെങ്കിൽ വരെ ഇറക്കാം കേട്ടോ. അങ്ങനെയാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഫ്ലൈറ്റ് വേണമെങ്കിൽ വരെ ഇറക്കാം അവിടെ. അതുപോലത്തെ സജ്ജീകരണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോഡാണ് പക്ക സെറ്റ് റോഡാണ് കേട്ടോ. ഒരു നൂല് അങ്ങോട്ടോ ഒരു നൂല് ഇങ്ങോട്ടോ ഒന്നുമില്ല. റോഡ് വേണമെങ്കിൽ കടന്നുറങ്ങാം, അങ്ങനത്തെ പോലത്തെ റോഡാണ്. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഈ സ്ഥലം കേട്ടോ. ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട്. കാരണം കടന്നുറങ്ങാം, എണീക്കാം, ഇരിക്കാം. മരങ്ങൾക്ക് നടുവിലൂടെ പക്ഷികളും കുരുവികളും കാക്കകളും തത്തകളും എല്ലാം അണ്ണാനും ഒക്കെ ഉണ്ട് കേട്ടോ. സെറ്റാ, അതാണ് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത്. ഇപ്പം ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തെത്തിക്കണ്. ഇവിടെ നല്ല റഷാണ്, ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. അടുത്ത് പോയിട്ട് നോക്കാം അത് നമുക്ക് എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ചാർജ് തീരാനായി. പെട്ടെന്ന് ചാർജ് തീർന്നാൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ റൂം എടുത്താലും ഇനി നടക്കുള്ളൂ. അപ്പം അതിന് മുന്നോടെ കുറച്ച് നമുക്ക് ഷോട്ടുകൾ എടുക്കണം. അപ്പോൾ എടുത്തിട്ടോ നടക്കണം. 2.5 കിലോമീറ്റർ നടന്നിട്ടുണ്ടോ. ഡൽഹി വരുന്നവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കറങ്ങണമെന്നുണ്ടെങ്കിൽ ചീപ്പ് റേറ്റുള്ള ബസ്സിനും മെട്രോക്കും അതുപോലെ നടന്നു വരാനും നിങ്ങൾക്ക് ക്യാഷിൻ്റെ ആവശ്യമില്ല. അതേപോലെ പിന്നെ മെട്രോക്ക് വരാൻ 30 രൂപ ഇങ്ങോട്ടേക്ക് വരാനുള്ളൂ ഓരോ സ്റ്റേഷനിലേക്ക്. നിങ്ങൾക്ക് ഇനി ഒരു ദിവസം ഫുള്ള് മെട്രോ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ 200 രൂപേൻ്റെ കാർഡ് എടുത്താൽ മതി കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് പിന്നെ മെട്രോയിൽ ഫുള്ളായിട്ട് കറങ്ങാൻ പറ്റും. അതുപോലെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും മെട്രോ അവൈലബിൾ ആണ്. പോയി പറഞ്ഞാൽ മതി. ഓട്ടോറിക്ഷയിൽ ഒരിക്കലും പോകരുത്. ഓട്ടോറിക്ഷയിൽ നല്ല ചാർജ് വരും. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. 4 കിലോമീറ്റർ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ തന്നെ 4 കിലോമീറ്റർ. നമുക്ക് പോകുമ്പോൾ അറിയില്ല എത്ര കിലോമീറ്റർ ഉണ്ട്. 4 കിലോമീറ്ററിന് 20 രൂപ വെച്ച് 30 രൂപ വെച്ച് വരും, 100 രൂപയ്ക്ക് വരും. അപ്പോൾ ജസ്റ്റ് നമുക്ക് നടക്കാനുള്ളെങ്കിൽ നടക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബസ് ഉണ്ടാവും. 10 രൂപ എടുത്താൽ ബസ്സിനുള്ളൂ. AC ബസ്സിലേക്ക് പോകാൻ പറ്റും ബസ്സിൽ. ഇതിപ്പോൾ ഞാൻ പോകുന്നത് നിസാമുദ്ദീന്ന് ഇങ്ങോട്ട് ബസ് എടുത്തിട്ടാണ്. ബസ്സിൽ കയറിയിട്ടും മെട്രോയിൽ കയറിയിട്ടാണ് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിരിക്കും. അപ്പോൾ ഇന്ത്യ ഗേറ്റ് നമുക്ക് കാണാം. അത് നോക്കുക. ഓക്കെ, ഈ കാണുന്നതാണ് ഇന്ത്യ ഗേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നോക്കാം. എല്ലാവരും ഫോട്ടോ പോസാണുണ്ടോ. ഒക്കെ ഇന്ത്യ ഗേറ്റിനുപരി ഇവിടെ ഫുള്ള് ഫോട്ടോ പോസാണ്. കാണുന്നതെല്ലാം ഫോട്ടോ. ഇതിൻ്റെ അടുത്ത് ഒരു നല്ല ജനസംഖ്യയിൽ കാണുന്നുണ്ട്. രക്ഷയില്ല. ഉണ്ടോ, ഫുള്ള് ഫോട്ടോ. 30 രൂപയാണ് ഒരു ഫോട്ടോക്ക് വാങ്ങാം. സ്കാമിൽ കുടുങ്ങരുത്. കാരണം 10-14 എടുക്കും. 400-500 പറയും. അപ്പോൾ നല്ലപോലെ ഒരു ബാർഗെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 500-400 കൊടുക്കേണ്ടി വരും 14 ഫോട്ടോക്ക്. അപ്പോൾ നല്ലപോലെ ബാർഗെയിൻ ചെയ്തിട്ട് ഫോട്ടോക്ക് വാങ്ങുക. എന്നിട്ട് മാത്രമേ ഫോട്ടോ എടുക്കുക. ഇവിടെ നിന്ന് വരികയാണെങ്കിലും എല്ലാവരോടും പറയുകയാണെന്നുള്ളതൊക്കെ. പിന്നെ പബ്ലിക് ടോയ്ലറ്റ് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇന്ത്യ ഗേറ്റിന് കുറച്ച് തൊട്ടപ്പുറത്ത്. നിങ്ങൾ ഏതൊരു കാര്യത്തിന് ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്യണം. ഗൂഗിൾ മാപ്പ് ഭയങ്കര ഉപകാരപ്രദമാണ് കേട്ടോ. ഫുൾ ഉപകാരപ്രദമായ സാധനമാണ് ഗൂഗിൾ മാപ്പ്. ഗൂഗിൾ മാപ്പിൽ ഫുള്ള് ഉപകാരമാണ്. ഞാനിപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാം പോന്നിട്ടുള്ളത്. ഇപ്പോൾ രക്ഷയില്ല. എൻ്റെ ഉപകാരങ്ങളൊക്കെ ഫുള്ള് നടന്നിട്ടുള്ളതും ഗൂഗിൾ മാപ്പിട്ടാണ്. ഞാൻ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്യാൻ നോക്കുക. പക്കയാണ്, സ്ഥലങ്ങളൊക്കെ പക്കയാണ്. എല്ലാ സ്ഥലത്തും നമ്മൾ ഓട്ടോറിക്ഷ പോരുകയാണെങ്കിൽ പോലും നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ട് പോരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ അപ്പുറത്ത് കിടക്കാനുള്ള വഴി നോക്കട്ടെ. ഇതിലേക്ക് ഉണ്ട് തോന്നുന്നു. നോക്കട്ടെ. അത് ഇന്ത്യ ഗേറ്റ് കേട്ടോ.
അങ്ങോട്ട് തന്നെ അങ്ങോട്ട് പോയതാ. അപ്പോൾ അണ്ടർ പാസ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അണ്ടർ പാസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞു. ഇതിൽ ചാടി കിടന്ന് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയും. ഇവിടുത്തെ അണ്ടർ പാസ് എടുക്കണം, എന്നിട്ട് അതിൽ പോകാൻ പറ്റുള്ളൂ, അല്ലാതെ അതിൽ പോകാൻ പറ്റില്ല. അതെ ഇവിടെ ബോസുണ്ട്, ഇതിലിങ്ങനെ പോകാൻ പറ്റും അണ്ടർ പാസ്. ഇത് സമയത്തേക്ക് ഇതിലായിട്ട് അണ്ടർ പാസ് വരുന്നത്. അപ്പോൾ ഇതിൽ പോകണം, ഇതിൽ അതിൽ പോകാൻ പറ്റില്ല, മണ്ടന്മാർ. सर अंडरपास नीचे अंडर से नीचे पास इधर है. അപ്പോൾ മണ്ടന്മാരായിട്ടോ. അപ്പോൾ ഇന്ത്യ ഗേറ്റ് വരുന്നില്ല, അതിൽക്കൂടെ പോരാൻ നിൽക്കരുത്, ഇതിന് അടുത്തുകൂടെ അണ്ടർ പാസ് ഉണ്ട്. അപ്പോൾ അണ്ടർ പാസോട് പോകണമെന്നുണ്ടെങ്കിൽ എന്നാൽ മാത്രമേ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റും. റോഡ് ഇങ്ങനെ കിടക്കാൻ പാടില്ല, അപ്പുറത്തോടെ റോഡ് കിടക്കാൻ പാടില്ല. അതുപോലെ പാളിയെന്ന് വെച്ചാൽ വരെ ഇപ്പോൾ തന്നെ ഒരു പൊക്കിയാനെ ഫൈനുണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് അണ്ടർ പാസ് ഉണ്ട്. അപ്പോൾ അണ്ടർ പാസ് കൂടെ വരാൻ പാടില്ല കേട്ടോ, അതായത് വരാൻ പാടില്ല, എന്നിട്ട് ഫൈൻ ഈടാക്കും. ഇതിലാണ് പോകണ്ട കേട്ടോ. എല്ലാത്തിനും മണ്ടന്മാരുണ്ട്. അല്ല, ഞാൻ എൻ്റെ ബാക്കിൽ വേറെ കുറച്ച് ആൾക്കാർ പോകുന്നത്, എൻ്റെ വയത്തിൽ വേറെ ആൾക്കാർ പോകുന്നത്, വലിയ വാളിച്ചാൽ. അണ്ടർ പാസ് ഇവിടെ പൈസ കൊടുക്കാനൊന്നും വേണ്ട കേട്ടോ, ഇത് പോകാനാ പറഞ്ഞിട്ടോ. അപ്പം നമ്മളെ താഴത്തൂടെ പോകാനാണ് കേട്ടോ, ടിക്കറ്റൊന്നുമില്ല, ഫ്രീ ആണ്. താഴത്തൂടെ പോകാനാണ് പറഞ്ഞിട്ടോ. അണ്ടർ പാസ് ഉണ്ട്, റോഡ് മുറിഞ്ഞ് കിടക്കണ്ട. ഉണ്ടോ അണ്ടർ പാസ് എന്ന് പറയുന്നത്, അണ്ടർ പാസ് വരേണ്ടത്, അല്ലാതെ ടിക്കറ്റൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ മണ്ടന്മാരായിട്ട് അപ്പുറത്തൂടെ പോകുന്നത്. ഇത് ഇങ്ങനെ കയറി പോകുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. ഒരു രക്ഷയില്ല കേട്ടോ, കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ ചവരെ. ഇന്ത്യ ഗേറ്റ് തൊട്ടേ. ഒന്നാം ലോകമഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ശവകുടീരങ്ങളും സ്മാരകങ്ങളും നിർമ്മിക്കുന്നതിനായി ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴിൽ 1917 ഡിസംബറിൽ നിലവിൽ വന്ന ഇമ്പീരിയൽ വാർ ഗ്രേവ്സ് കമ്മീഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു ഇന്ത്യ ഗേറ്റ്. 13,313 പേരുകൾ കുത്തിവെച്ചിട്ടുണ്ട്. അതിൽ 12,357 പേരും ഇന്ത്യക്കാരാണ്. ഓരോ കല്ലിലും ഓരോ ആൾക്കാർ പേര് കുത്തിച്ചിട്ടുണ്ട്. ഓഹ് മോനെ, കാണണം തന്നെ കേട്ടോ. ആ കാണുന്നതാണ് കേട്ടോ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമ. അതുകൂടാതെ ജോർജ് അഞ്ചാമൻ്റെ രാജാവിൻ്റെ പ്രതിമയുണ്ട്. അമർ ജവാൻ ജ്യോതി എന്നിവയാണ് ഇന്ത്യ ഗേറ്റിൽ ചുറ്റിപ്പറ്റി കിടക്കുന്നത്. ഇന്ത്യ ഗേറ്റ് മുമ്പ് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1921 ഫെബ്രുവരി 10
16:30 അതായത് 4:30 സന്ദർശകനായ കൊണാട്ട് ഡ്യൂക്ക് ഇമ്പീരിയൽ ഇന്ത്യൻ ആർമി ഇമ്പീരിയൽ സർവീസിലെ ഉദ്യോഗസ്ഥരും പുരുഷന്മാരും പങ്കെടുത്ത ചടങ്ങിൽ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടിരുന്ന ഗേറ്റിന് തറക്കല്ലിട്ടു. എല്ലാ റിപ്പബ്ലിക് ദിനത്തിലും പ്രധാനമന്ത്രി ഗേറ്റ് സന്ദർശിച്ച് അമർ ജവാൻ ജ്യോതിക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു. തുടർന്ന് റിപ്പബ്ലിക് ദിന പരിപാടികൾ ആരംഭിക്കും. അമർ ജവാൻ ജ്യോതി എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മരണാർത്ഥം 1971 സ്ഥാപിച്ച ഒരു സ്മാരകമാണ് അമർ ജവാൻ ജ്യോതി, അഥവാ നിലക്കാത്ത സൈനികൻ്റെ ജ്വാല എന്നാണ് അതിൻ്റെ മലയാള വാക്യം. നല്ല ക്രൗഡാണ് ഇവിടെ, റീൽസ് ചെയ്യുന്നവരുണ്ട്. ഇതൊരു ബംഗാൾ റീലാണ് ഇവിടെ നടക്കുന്നത്. ഇത്രയും ക്രൗഡിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു റീല് എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് ഗഡ്സ് വേണം. കാരണം ചുറ്റിനും ആൾക്കാർ നോക്കി നിൽക്കും. ഞാൻ ഈ ക്യാമറ പിടിച്ച് തന്നെ ഇങ്ങനെ നോക്കുന്നത് എനിക്കെത്ര ചമ്മലുണ്ടെന്ന് എനിക്കറിയാം. ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മതിമറന്ന് കിടക്കണം. കുറച്ച് പേര് അവിടെ റീൽസ് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് ബംഗാളീസാണ് തോന്നുന്നത് റീൽസ് ചെയ്യുന്നത്. എന്താ രസം, ആൾക്കാരെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ ഒരു ഡാൻസ് കളിക്കുന്നുണ്ട്. അതാണ് മാൻ പവർ എന്ന് പറയുന്നത്. മെൻ്റൽ പവർ, മാൻ പവർ, കോൺഫിഡൻസ് ഒക്കെ പറയുന്നതാണ്. ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് അത്ര ഒരു റീൽസ് ചാടി കളിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗഡ്സ് ഉണ്ടെങ്കിൽ മാത്രം തന്നെ അത് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. ഇന്ത്യ ഗേറ്റ് വീടിൻ്റെ അവിടെ നടന്ന് കടന്ന് നല്ല ഭംഗിയുണ്ട് കാണാം. ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഇനി റെസ്റ്റ് എടുക്കാനാണ് പരിപാടി. ഇവിടെ സ്ട്രീറ്റ് ഫുഡുകാരൊക്കെ പായിപ്പിച്ചുകൊണ്ട് കണ്ടോ. ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ SPG കമാൻഡ്സ് ഉണ്ട്. ഇതൊക്കെ ഇവിടുന്ന് പായിപ്പിച്ചുകൊണ്ട് ഉണ്ടോ. ഇതിൽ വരുന്നുണ്ട് ചെറിയാൾ അവിടെ നോക്കിയിട്ടുണ്ട്. കമാൻഡോസ് ഫുള്ള് വില പായിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പാടില്ല എന്നാണ് രീതി. ഫുള്ള് വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് അലക്കും. അതുകൊണ്ടാണ് പിന്നെ അവിടെ വേണ്ടാന്ന് വെച്ച്